ഇന്ത്യൻ രൂപ ഓരോ ദിവസവും ദുർബലമാവുകയാണ്. സാമ്പത്തിക ഭദ്രത ഇല്ലാതാകുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. രാജ്യത്ത് വിലവർദ്ധനവിന് കാരണമാകുന്ന ഈ മാറ്റം പക്ഷേ പ്രവാസികൾക്ക് നേട്ടമാണ്. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ തുക ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്നും ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് എന്നറിയാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പരിഗണിക്കുക? പ്രവാസികൾക്ക് എങ്ങനെയാണ് നേട്ടമാവുക എന്നെല്ലാം അറിയാം. അതോടൊപ്പം ഒരു കാലത്ത് ഇന്ത്യൻ രൂപയും കുവൈറ്റ് ദിനാറും തമ്മിലുള്ള വിനിമയ നിരക്ക് 14 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി അറിയണം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് കുവൈറ്റ് ദിനാർ. 1990കളിലാണ് ഒരു കുവൈറ്റ് ദിനാറിന് 14 രൂപയുണ്ടായിരുന്നത്. അന്ന് $1 17 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ രൂപ ഘട്ടങ്ങളായി മൂല്യം കുറയാൻ തുടങ്ങി. 2000-ൽ ഇന്ത്യൻ രൂപയും ഡോളറും തമ്മിലുള്ള മൂല്യം 45 രൂപയായി. 2010-ൽ 45.73 ആയി. 2015 ആയപ്പോഴേക്കും ചിത്രം ശരിക്കും മാറി. 64.15 രൂപയായി മാറി. ഇപ്പോൾ 86.40 രൂപ. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള 3 കറൻസികൾ GCC രാജ്യങ്ങളിലേതാണ്. ഏറ്റവും മൂല്യം കുവൈറ്റ് ദിനാറിനാണ്. പിന്നെ ബഹ്റൈൻ ദിനാറും ഒമാൻ റിയാലുമാണ്. ഓരോ രാജ്യത്തിന്റെ സാമ്പത്തിക കെട്ടുറപ്പും രാഷ്ട്രീയ സാഹചര്യവും ജനങ്ങളുടെ ജീവിത നിലവാരവുമാണ് കറൻസിയുടെ മൂല്യം നിശ്ചയിക്കുന്നത്. കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്ന കറൻസിയുടെ മൂല്യം കുറയും. കുവൈറ്റ് ദിനാറും രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം നിലവിൽ 281 മുകളിലാണ്. ഇനി മൂല്യം കുറയുന്നതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. രൂപയുടെ മൂല്യം കുറയുമ്പോൾ സ്വാഭാവികമായും മറ്റു കറൻസികളുടെ മൂല്യം ഉയരും. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് 2 നേട്ടങ്ങളാണ് ലഭിക്കുക. ഒന്ന്, അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കും. മറ്റൊന്ന്, ഭവന വാഹന വായ്പകൾക്ക് കൂടുതൽ തുക അടയ്ക്കാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ അവശ്യ വസ്തുക്കളുടെ വില ഉയരുന്ന വേളയിൽ നാട്ടിലുള്ളവരെ പോലെ പ്രവാസികളും പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. 2012-ന് ശേഷമാണ് ഇന്ത്യൻ രൂപ അതിവേഗം മൂല്യം കുറയാൻ തുടങ്ങിയത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും ആഭ്യന്തരമായി സാമ്പത്തിക രംഗത്ത് വരുത്തിയ പരിഷ്കരണങ്ങളും ഇതിനു കാരണമാണ്. ഇറക്കുമതി കൂടുകയും കയറ്റുമതി കുറയുകയും ചെയ്യുന്നത് വ്യാപാര കമ്മി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പണം കൊടുക്കാൻ കൂടുതൽ വിദേശ കറൻസികൾ ആവശ്യമായി വരുന്നു. ഇത് ഇന്ത്യൻ രൂപയും ദുർബലപ്പെടുത്തും. ഇന്ത്യൻ രൂപയിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് മൂല്യം ഇടിയാൻ കാരണമാകും. നോട്ട് നിരോധനം അത്തരം അവസ്ഥയ്ക്ക് ഇടയാക്കി എന്ന് പറയുന്നൊരു സാമ്പത്തിക നിരീക്ഷകരുണ്ട്. ക്രൂഡ് ഓയിൽ വില കൂടുക, അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടുക, രാജ്യാന്തര സംഘർഷങ്ങൾ ഉണ്ടാകുക എന്നീ കാര്യങ്ങളെല്ലാം രൂപയുടെ മൂല്യം കുറയ്ക്കുന്നു.